ഈ ഞായറാഴ്ച പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇന്ന് പഠിക്കാം. ഇന്ന് 16-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകമാണ്. അധ്യായത്തിന്റെ പേര് ദൈവാസുര ഭാവങ്ങൾ. ആകെ 24 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ 75%, ഈ അധ്യായത്തിന്റെ 75% തീർന്നിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കാണണം ഇല്ലേ? എത്ര പേർക്കുണ്ട് ഐഡിയ? കേട്ടില്ലേ? 17 ആഴ്ചയായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഈ അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, 15-ാം അധ്യായം ദൈവാസുര ഭാവങ്ങൾ. 2 ഭാവങ്ങൾ, ദൈവികം, ആസുരികം. ഓക്കെ, കാര്യം 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു തലതിരിഞ്ഞ ഒരു ആൽമരത്തിന്റെ പോലെയാണ് ഇരിക്കുന്നത്. ആത്മീയ ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷനിൽ യാഥാർത്ഥ്യമില്ല, ഛായ മാത്രമാണ്, യാഥാർത്ഥ്യമില്ല. അപ്പോ അങ്ങനെയുള്ളതാണ് കാര്യം. ആധ്യാത്മിക ലോകത്തിലാണ് ശരിയായിട്ടുള്ളത്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അവിടെ നേട്ടം ഒന്നും കാണില്ല. മരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴം കിട്ടും, അതിന്റെ റിഫ്ലക്ഷനിൽ പോയി കഴിഞ്ഞാൽ പഴം കിട്ടുമില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഈ അരയാലിന് വേറൊരു പ്രത്യേകതയുണ്ട്. തലതിരിഞ്ഞ് മാത്രമല്ല, അതിൽ 2 വിധത്തിലുള്ള പഴങ്ങൾ ഉണ്ടാകും. ഒരെണ്ണം സ്വീറ്റ് ആണ്, ഒരെണ്ണം കയ്പാണ്. അതാണ് മധുരമുള്ള പഴങ്ങളാണ് ദൈവികം എന്ന് പറയുന്നത്. ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് കയ്പുള്ളത് ആസുരിക സ്വഭാവമുള്ളതാണ്. അപ്പൊ ഇതിനെ പറ്റിയാണ് ഭഗവാൻ ഇതിൽ വിശദമായിട്ട് പറയുന്നത്. നമുക്ക് ഏതായാലും ശ്ലോകം നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ. അർത്ഥം നോക്കാം. അഹങ്കാരം മിഥ്യാഹങ്കാരവും, ബലം ബലവും, ദർപ്പം ഗർവവും, കാമം കാമവും, ക്രോധം ച ക്രോധവും, സംശ്രിതാഃ ആശ്രയിച്ചവരായിട്ട്, തേ അവർ, അഭ്യസൂയകാഃ അസൂയാലുക്കളായി, നിന്ദിക്കുന്നവരായി, ആത്മപരദേഹേഷു തന്റെയും അന്യരുടെയും ദേഹങ്ങളിൽ, മാം എന്നെ, പ്രദ്വിഷന്തഃ ദ്വേഷിക്കുന്നു. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീലപ്രഭാത. ജയ ശ്രീലപ്രഭാത. അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമ ദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. ഭാവാർത്ഥം: ഈശ്വരന്റെ അധീശത്വത്തെ സദാ എതിർക്കുന്ന ആസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കില്ല. അവയെക്കുറിച്ചും പരമപുരുഷന്റെ സത്തയെക്കുറിച്ചും ഈർഷ്യാലുക്കളാണവർ. തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധനവുമാണ് ഇതിന് കാരണം. ഈ ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിന് തയ്യാറെടുക്കലാണെന്ന് അസുര സ്വഭാവിക്ക് അറിയില്ല. അവർ മറ്റുള്ളവരോട് മാത്രമല്ല
തന്നോട് തന്നെയും ഈർഷ്യാലുവാവുകയും അന്യരുടെ ശരീരങ്ങളെയും സ്വശരീരത്തെയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഭഗവാന്റെ പരമാധികാരത്തെ അവഗണിക്കുന്നതിന് പോലും അജ്ഞരായ ഇക്കൂട്ടർക്ക് മടിയില്ല. ധർമ്മഗ്രന്ഥങ്ങളോടും ഭഗവാനോടും ഈർഷ്യാലുക്കളായ അവർ ഈശ്വര സത്തയെപ്പറ്റി മിഥ്യാവാദങ്ങൾ ഉന്നയിക്കുകയും ധർമ്മശാസ്ത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏത് പ്രവൃത്തിക്കും താൻ സ്വതന്ത്രനും ശക്തനുമാണെന്ന് അവർ വിചാരിക്കുന്നു. ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും സമ്പത്ത് കൊണ്ടും തന്നോട് തുല്യനായി മറ്റാരുമില്ലെന്നും അതിനാൽ അയാൾ ഏതുവിധം പ്രവർത്തിച്ചാലും ആർക്കും തടയാനാവില്ല എന്നും അയാൾ ചിന്തിക്കുന്നു. തന്റെ കാമഭോഗങ്ങൾക്ക് വിലങ്ങടിച്ചു നിൽക്കുന്ന ഏതൊരാളെയും നശിപ്പിക്കുവാനും അയാൾ മടിക്കില്ല. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസ്കൃതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസുവേഗാഃ. അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. അപ്പോ ദൈവ സ്വഭാവം, ആസുര സ്വഭാവം, രണ്ട് കാര്യം. ദൈവ സ്വഭാവമുള്ളവരാരാണ്? വിഷ്ണു ഭക്ത ഭവേത് ദൈവ. വിഷ്ണു ഭക്തന്മാരാണ് ദൈവങ്ങൾ. അതേപോലെ അസുരാഹ തത് വിപര്യാഹ. അസുരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതം. അതുകൊണ്ട് ഏറെക്കുറെ വിഷ്ണു ഭക്തന്മാരിൽ ദൈവിക ഗുണങ്ങൾ കാണും. വിഷ്ണു ഭക്തന്മാരല്ലാത്തവരിൽ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ അവർക്ക് ആസുര സ്വഭാവങ്ങളുള്ളൂ. ഓക്കെ, അപ്പൊ ഈ അസുരന്മാരും ദേവന്മാരും എവിടെയാണ്? പണ്ട് സത്യയുഗത്തില് നമുക്കറിയാം ഇന്ദ്രാദി ദേവന്മാരുണ്ടായിരുന്നു, ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരുണ്ടായിരുന്നു. ഓക്കെ, അവര് രണ്ടും രണ്ട് ലോകത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നു ത്രേതായുഗം. നമ്മുടെ മനുഷ്യ അവതാരം എടുത്തിട്ട് ഭഗവാൻ തന്നെ വന്നു, രാമചന്ദ്രൻ. അദ്ദേഹം ഈ ലോകത്തിലായിരുന്നു, ഭൂലോകത്തിലായിരുന്നു. രാവണനും ഭൂലോകത്തിലായിരുന്നു, അസുരൻ രാക്ഷസൻ ഒരേ ലോകത്തിലായി. അസുരന്മാരും രാക്ഷസന്മാരും ദേവന്മാരും അസുരന്മാരും ഒരേ ലോകത്തിലായി. അത് കഴിഞ്ഞു വന്നു ദ്വാപരയുഗം. ദ്വാപരയുഗത്തില് ദൈവിക സ്വഭാവമുള്ള പാണ്ഡവന്മാരും അസുര സ്വഭാവമുള്ള കൗരവന്മാരും ഒരേ വീട്ടിലായി. കലിയുഗത്തിൽ ദൈവ സ്വഭാവവും അസുര സ്വഭാവവും ഒരേ വ്യക്തിയിലാണ് കാണുന്നത്, ഒരേ വ്യക്തിയിൽ. ഓക്കെ, അപ്പൊ രണ്ടും കാണും. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിരിക്കണം. കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവി സ്വഭാവം കാണും, ആസുര സ്വഭാവം കാണും. അത് നമ്മൾ മനസ്സിലാക്കി അതിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ജീവിതം ആ രീതിയിൽ മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിന്റെയും അറിവ് നമുക്ക് വേണം. ദൈവിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കണം, അസുര ഗുണങ്ങളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം, ത്യജിക്കണം. അപ്പം അതിനായിക്കൊണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവഗുണം എന്ത് ചെയ്യുന്നു? ദൈവഗുണം അത് അസുരഗുണം തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓക്കെ, ദൈവഗുണങ്ങളെ പറ്റി എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എത്ര ഗുണങ്ങളുണ്ട്? ദൈവഗുണങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 26 26 ഭഗവാൻ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അത് വളരെ കൂടുതലാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വിടാം. 26. ഓക്കെ, ഓർത്തിരിക്കുക, 26 ഗുണങ്ങൾ. 26 ഗുണങ്ങൾ നമ്മൾ അക്വയർ ചെയ്യാനുണ്ട്, ആലോചിക്കുക. വലിയ ടാസ്ക്കാണ്. എളുപ്പമാണെന്ന് പിന്നെ മനസ്സിലാവും. അടുത്ത ശ്ലോകത്തിൽ, 4ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 6 ആസുര സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണത്? ദംഭോദർഭം അഭിമാനശ്ച ക്രോധ പൗരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ
പാർത്ഥസമ്പദമാസുരീം. ഓക്കെ, അപ്പം 6 കളഞ്ഞാൽ മതി, 26 നമ്മൾ അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാഭം അതാണ്, ദൈവിക സ്വഭാവമാണ് ലാഭം. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം. ഈ 6 ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റുവാദ് പറയുന്നു. അവിടെ പർപ്പോട്ടിൽ ആദ്യത്തെ സെന്റൻസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതിന്റെ നരകത്തിലേക്കുള്ള രാജവീഥിയാണ് ആസുര സ്വഭാവങ്ങൾ. ഒരു ട്രാഫിക് ലൈറ്റും ബാധിക്കില്ല, എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പാഞ്ഞ് നമുക്ക് എത്ര വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ 120 km/സ്പീഡിലോ 160-ലോ 200-ലോ പോയിക്കോളൂ, കുഴപ്പമില്ല. അത്രയും ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, ഫ്രീ വേ. ഇനി പിന്നീട് ഭഗവാൻ പറഞ്ഞു ഈ ഇതിന്റെയും റിസൾട്ട് എന്താണ്? ദൈവീ സമ്പദ് വിമോക്ഷായ, 6ാമത്തെ ശ്ലോകം. ഓക്കെ, ദൈവീ സമ്പദ് വിമോക്ഷായ. ദൈവീ സമ്പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തി സാധകമാകുന്നു, മുക്തിയിലേക്ക് നയിക്കുന്നു. നിബന്ധായാസുരി മത, ആസുരി സ്വഭാവങ്ങൾ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവിക സ്വഭാവമുള്ള ആൾക്കാര് വേദങ്ങളെ അനുസരിച്ചിട്ട്, ധർമ്മശാസ്ത്രങ്ങളെ അനുസരിച്ചിട്ട് അവരത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആസുര സ്വഭാവമുള്ള വ്യക്തികള് അങ്ങനെ ധർമ്മഗ്രന്ഥങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കറിയില്ല, അതുകൊണ്ട് ഫോളോ ചെയ്യാനും പറ്റില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ദൈവസമ്പത്തുള്ള ആൾക്കാർക്ക് അറിയാം, ആസുര സമ്പത്തുള്ളവർക്ക് അറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഭഗവാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പറയുന്ന എല്ലാം തന്നെ ആസുര സ്വഭാവത്തെ പറ്റിയാണ് കേട്ടോ. ദൈവ സ്വഭാവത്തെ കുറിച്ച് ആകത്തെ 3 ശ്ലോകങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി. അതിനുശേഷം ഇതുവരെ പറഞ്ഞ 17ാമത്തെ ശ്ലോകം വരെ പറഞ്ഞ എല്ലാം തന്നെ ആസുര സ്വഭാവത്തെ കുറിച്ചാണ്. അവരുടെ മെന്റാലിറ്റി എന്താണ്, അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ എന്താണ്, അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോ അവര് വളരെയധികം ആഗ്രഹങ്ങളുള്ളവരായിരിക്കും. ഇന്ദ്രിയ സംതൃപ്തിയാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ദ്രിയ സംതൃപ്തി നമുക്കറിയാം. ഇന്ദ്രിയ സംതൃപ്തി ഇതിൽ നിന്ന് 4 കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ആസക്തി, മദ്യത്തിൽ, സ്ത്രീയിൽ, മാംസഭക്ഷണത്തിൽ, പിന്നെ ചൂതാട്ടത്തിൽ. ഈ 4 കാര്യങ്ങൾ. ഇതിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം ആസക്തമായിരിക്കും. ഈ സുഖഭോഗത്തിനായിട്ടുള്ള അവരുടെ ആസക്തി എന്ന് പറയുന്നത് കൂടി തന്നെ വരും. ഒരിക്കലും ഇങ്ങനെ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരിക്കലും സംതൃപ്തനാകാൻ സാധിക്കില്ല. കാര്യം എവിടെയെങ്കിലും തടസ്സങ്ങൾ വരും, അത് വരുമ്പോഴത്തേക്ക് അവര് അസംതൃപ്തരാകും. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 1 കിട്ടിയതിൽ 10 വേണമെന്നും, 10 കിട്ടിക്കഴിഞ്ഞാൽ 100 വേണമെന്നും, 100 കിട്ടിക്കഴിഞ്ഞാൽ 1000 വേണമെന്നും, 1000 കിട്ടിക്കഴിഞ്ഞാലോ? അത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതൊരിക്കലും അവസാനമില്ല. കാര്യം 10,000 വന്നു കഴിഞ്ഞാൽ 1,00,000 വരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് സംതൃപ്തരാകാൻ സാധിക്കില്ല. സംതൃപ്തി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ, ഭഗവാനെ സേവിക്കുക. നമ്മള് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സുഖം ശരീരത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫാൻ ഇല്ലെന്നുണ്ടെങ്കിൽ വേർക്കാൻ തുടങ്ങി. ഞാൻ പറയും പ്രഭു ഒരു ഫാൻ വെക്കും എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് സുഖം കിട്ടാനായിട്ട്. പക്ഷെ മനസ്സോ, ഇവിടെ വന്നപ്പോഴത്തേക്കും വരാൻ നേരത്ത് കാറ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. മനസ്സെങ്ങനെയായിരിക്കും? അശാന്തമായിരിക്കും ഇല്ലേ? ഫാൻ വെച്ചുകൊണ്ട് അവിടെ മനസ്സിന് തണുപ്പ് കിട്ടിയോ? ഇല്ല. ശരീരത്തിന് തണുപ്പ് കിട്ടി, മനസ്സിന് കിട്ടിയില്ല. മനസ്സിന് വേണ്ടത് ശാന്തിയാണ്. ഇതിനുമൊക്കെ ഉപരിയാണ് ആത്മാവ്. ആത്മാവിന് എന്താ വേണ്ടത്? ആത്മാവിന് സുഖം വേണ്ട, ശാന്തിയും വേണ്ട. ആത്മാവിന് വേണ്ട എന്താണ്? അതിന്റെ സ്വരൂപം എന്താണ്? സ്വരൂപം ആനന്ദം. ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ആനന്ദത്തിന്റെ സോഴ്സ്, ഇവിടെ സുഖത്തിന്റെ സോഴ്സ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആനന്ദത്തിന്റെ സോഴ്സിൽ പോകണം. ആനന്ദത്തിന്റെ സോഴ്സ് ഏതാണ്? ഭഗവാൻ. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിന്നാണ് ആനന്ദം കിട്ടുന്നത്, വേറെ എങ്ങും കിട്ടില്ല. ഈ ഭൗതിക ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഹോട്ടൽ ആനന്ദം എന്ന് കാണും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലും മസാല ദോശ കരിഞ്ഞായിരിക്കും. ഓക്കെ, അപ്പം അതിലൊന്നും തന്നെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനുമായിട്ടുള്ള അസോസിയേഷൻ, അല്ലാതെ വേറെ ഭഗവാനായിട്ട് അസോസിയേഷൻ, ഭഗവാനെ സേവ ചെയ്യുക.
അതിൽ നിന്ന് നമുക്ക് ആനന്ദം കിട്ടും. അപ്പോ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അനേകായിരം ആഗ്രഹങ്ങളുടെ വലയിൽപ്പെട്ട് ഇങ്ങനെ മീൻ വലയിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? അതേപോലെയാണ് അവരുടെ അവസ്ഥ. അപ്പം അവര് ഏതെങ്കിലും രീതിയിൽ ധനം സമ്പാദിക്കണം. ആ ധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റണം. അതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. ഒരു നിയന്താവ് ഈ ലോകത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഉപദൃഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര. എല്ലാത്തിൻ്റെയും സാക്ഷിയായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, പരമാത്മാവിന്റെ രൂപത്തിൽ. അതവർ മനസ്സിലാക്കും. പിന്നെ ഈ ജന്മത്തിന് ശേഷം വീണ്ടും ഒരു ജന്മം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മളെ കർമ്മത്തിൽ കർമ്മം കൊണ്ട് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ശരീരങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ താഴ്ന്ന തരത്തിലുള്ള ശരീരങ്ങൾ കിട്ടും. അതവര് മനസ്സിലാക്കുന്നേ ഇല്ല. ഓക്കെ, അപ്പം കഴിഞ്ഞ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ അവരുടെ മനോഭാവത്തെ പറ്റി പറഞ്ഞു. എന്താണ്? എങ്ങനെയെങ്കിലും എനിക്ക് ഇത്രയുണ്ട്, ഞാൻ ഇത്രയും സമ്പാദിക്കും, ഇയാൾ എൻ്റെ ശത്രുവാണ്, അവനെ ഞാൻ കൊന്നു, ഇനി ഒരാൾ കൂടിയുണ്ട്, അയാളെ ഞാൻ കൊല്ലും. ഈ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ഞാനാണ്. ഈ രീതിയിലാണ് അവരുടെ മനോഭാവം തന്നെ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും അവരുടെ ആ മിഥ്യാഹങ്കാരം കൊണ്ട് ഒരിക്കലും തന്നെ എന്താണ് ഒരു ധർമ്മം, ശരിയായിട്ടുള്ള ധർമ്മം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനെ എപ്പോഴും സദാ അവര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ശ്ലോകം നോക്കാം. അതാണ് ഏകദേശം ഒരു ബ്രീഫ് സമ്മറിയാണ് ഞാൻ ആദ്യത്തെ 17 ശ്ലോകങ്ങളുടെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അഹങ്കാരം ബലം ദർപ്പം. അഹങ്കാരം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന അഹങ്കാരം ഏതാ? 2 തരത്തിലുള്ള അഹങ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മിഥ്യാഹങ്കാരം, 2 ശരിയായിട്ടുള്ള അഹങ്കാരം. നമ്മുടെ അഹങ്കാരം ഏതാ? അഹംകാരം. അഹം എന്ന് വെച്ചാൽ ഞാൻ, കാരം കരോതി, അഹം കരോമി, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം, ഞാൻ എന്നുള്ള ബോധം. അതിൽ നിന്നാണ് ശരിയായിട്ട് നമ്മളെ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ കളക്ടറാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ വില്ലേജ് ഓഫീസറാണ്, അല്ലേ? ഓരോരോ പദവികൾ പറയും. ആണാണ്, ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്, കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഇങ്ങനെയാണ് നമ്മുടെ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്താണ്? ഭഗവാന്റെ ദാസൻ, ഭഗവാന്റെ ദാസൻ. ഓക്കെ, ദാസോഹം തവ കേശവ, ഭഗവത് മഹാത്മ്യത്തിൽ പറയുന്ന കാര്യമാണ്. ദാസോഹം തവ കേശവ, ജീവേരെ സ്വരൂപ ഹോയ് നിത്യേര കൃഷ്ണദാസ്. ഭഗവാന്റെ ദാസൻ എപ്പോഴാണ്? നിത്യേര, സദാ. ഒരിക്കലും നമ്മൾ ഓഫീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരാൾക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടി ബോസിന്റെ ബോസ് ആവും. ഇവിടെ നമ്മൾ ഭഗവാന്റെ ഭൃത്യനാണ്. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ യജമാനാവില്ല. ഭഗവാൻ നമ്മുടെ ഭൃത്യനും ആകാൻ പോകുന്നില്ല. നമുക്കൊരിക്കലും ഭഗവാൻ ആകാനോ ഭഗവാന്റെ മുകളിൽ കയറാനോ പറ്റില്ല. മത്ത പരതരം നാണ്യത് കിഞ്ചിത് ധനഞ്ജയ. എനിക്ക് തുല്യമായിട്ടോ എനിക്ക് മുകളിലായിട്ടോ വേറെ ആരുമില്ല. ഭഗവാന്റെ പേര് അസമൂർധ എന്നാണ്. അസമ, തുല്യമായിട്ട് ആരുമില്ല, ഊർധ്വ, മുകളിലായിട്ട്. അസമൂർധ, അതായത് ഭഗവാന്റെ പേര്. തുല്യമായിട്ടോ ഊർധ്വമായിട്ടോ ആരുമില്ലാത്തവൻ അസമൂർധ ഭഗവാൻ. ഓക്കെ, അപ്പോ അഹങ്കാരം, നമ്മുടെ അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാല് മിഥ്യാഹങ്കാരമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നുണ്ട് അഹം 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 എന്ന്. അപ്പം ഭഗവാൻ അഹങ്കാരമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഭഗവാൻ അഹങ്കാരം ഉണ്ട്, പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള അഹങ്കാരമാണ്. ഭഗവാൻ പറയുന്നു സർവസ്യ പ്രഭോ, അഹം സർവസ്യ പ്രഭവോ, അഹം
അഹം അഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, സർവസ്യ പ്രഭു. പക്ഷെ അത് സത്യമാണ്. അഹം സർവസ്യ പ്രഭു എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് സത്യമാണ്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ കാരണമാണ് ഇവിടെ ഇത് വന്നത്, അത് വന്നത്, ഞാൻ കാരണമാണ് ഇവിടെ ഒരു പുതിയ ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ എന്താണ്? മിഥ്യാഹങ്കാരമാണ്. ശരിയായിരിക്കും, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒരു ചെറുതാണ്. അതിന്റെ പുറകിലൊരു കൈ ഉണ്ടായിരുന്നു. ആരുടെ കൈയാണത്? ഭഗവാന്റെ കൈ ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഞാനാണ്. ഓക്കെ. അപ്പം അത് രണ്ട്, അതായത് നമ്മുടെ അഹങ്കാരം, അറഗൻസ് ആണത്. പിന്നെ അടുത്തത് ബലം. ബലം എന്ന് വെച്ച് കഴിഞ്ഞാല് കായിക ബലമാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്താണ്, ആൾക്കാരുടെ, എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട് കയ്യിൽ, കൂടെയുണ്ട്, അതുകൊണ്ട് എന്ത് വേണേലും ചെയ്യാം. ഭക്തന്മാരുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? ശിക്ഷാക്ഷരത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഏതാണ്? ന ധനം ന ജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയെ. ഇല്ലേ? അവിടെ പറയുന്നുണ്ട്, എനിക്ക് ധനം വേണ്ട, ജനം വേണ്ട, ഓക്കെ, ഐശ്വര്യം വേണ്ട, എനിക്ക് ബലം അതും വേണ്ട. കാര്യം അതൊക്കെ താൽക്കാലികമാണ്, നമ്മളെ കുടുക്കിയിടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഭക്തന് അതൊന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പം ഈ ആശ്രയ സ്വഭാവികള് അവര് ശക്തിയെ പറ്റി മുദ്രകുത്തുന്നു, അധികാരത്തെ പറ്റി വീമ്പ് പറയുന്നു. പിന്നെ അതാണ് അവരെ അധികാരത്തിൽ പിടിച്ചു നിർത്തുന്ന അവർ വിചാരിക്കുന്നു. ശരി, ഇനി അതിനേക്കാളും ഉപരിയാണ് ദൈവിക ശക്തി അല്ലെങ്കിൽ ആധ്യാത്മിക ശക്തി എന്നവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നു അഹങ്കാരം, ബലം, ദർപ്പം. ദർപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറമെ കാണിക്കുക, അതെന്റെ വലിപ്പം കാണിക്കല്. ഞാൻ വലുതാണ്, എൻ്റെ അത്രയും വേറെ ആരുമില്ല, ഏറ്റവും മിടുക്കൻ ഞാനാണ്, ഏറ്റവും കഴിവുള്ള ആൾ ഞാനാണ്, ഏറ്റവും ധനികൻ ഞാനാണ്, ഇമാതിരി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത്രയും വലിയ ഫാമിലിയാണ്, ആ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. ഇങ്ങനെയുള്ളതൊക്കെ, അതൊക്കെയാണ് ദർപ്പം. ഓക്കെ. കാമം ക്രോധം സമാശ്രിത. കാമം ക്രോധം സമാശ്രിത. കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹം രണ്ട് വിധത്തിലുള്ള ആഗ്രഹം. എത്ര വിധത്തിലുള്ള ഇതുണ്ട്? 3 വിധത്തിലുള്ള ആഗ്രഹങ്ങൾ, അല്ലേ? ഏതൊക്കെയാണ്? അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരഥി. സകാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും, ഭൗതികമായിട്ടുള്ള എല്ലാ അഭിലാഷങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ ശേഷം മനസ്സിലാകും ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണം, മോക്ഷകാമ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, സകാമ ആണെന്നുണ്ടെങ്കിലും മോക്ഷകാമിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ശാന്തിയില്ല. എന്ത് വേണം? അകാമഹ. ഭഗവാന്റെ ഭക്തന്മാരാകുക, ഭഗവാന്റെ ഭക്തിയുത സേവനം മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി കിട്ടും. ഓക്കെ. അപ്പൊ അത് കാമം. ക്രോധം. ക്രോധം വരുന്ന ഇതിൽ നിന്നാണ്? കാമത്തിൽ നിന്നാണ്. കാമം പൂർത്തീകരിക്കാതാവുമ്പോഴത്തേക്കും ക്രോധം വരും. ഓക്കെ. ഏതാണ് ശ്ലോകം? കാമാത് ക്രോധ വിജായതേ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ. പിന്നെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നാശം എവിടെ നിന്നാണ് വരുന്നത്? ധ്യായതോ വിഷയാൻ. ഏതെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന എന്തെങ്കിലും പറ്റി നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതിൽ നിന്നാണ് വരുന്നത് വിഷയാൻ. അത് കഴിഞ്ഞാൽ സംഘ, അതുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വരും. അറ്റാച്ച്മെന്റിൽ നിന്ന് സംഘാത് സഞ്ജായതേ കാമഹ. അവിടെയാണ് നമ്മുടെ ആഗ്രഹം വരുന്നത്. അസോസിയേഷനിൽ നിന്നും ആഗ്രഹം വന്നു. അപ്പൊ ഒരു ചോദ്യം വരാം, എനിക്കൊരു തടസ്സം ഇല്ലാതെ എൻ്റെ കാമം പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇല്ലേ? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എങ്ങനെയെങ്കിലും എനിക്ക് അവരെ പ്രാപിക്കണമെന്നുണ്ട്. അവർ നോക്കിയപ്പോഴത്തേക്കും, ഓ ഇയാളോ, ഇത്രയും സുന്ദരൻ, ഇത്രയും പണക്കാരൻ, ഇത്രയും പേര് കേട്ട ആള്. ശരി,
ഓക്കെ, അവർക്ക് യാതൊരു വിരോധമില്ല. എന്റെ ആഗ്രഹം സാധിച്ചു എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയാണ് ക്രോധം വരുന്നത്? ക്രോധം വരില്ല. പക്ഷെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ക്രോധം കഴിഞ്ഞാൽ വരുന്ന എന്താണ്? സമ്മോഹം. അതിൽ നിന്നും ആ സമയത്ത് വരുന്നത് മോഹമാണ്. ഡയറക്ട്ലി മോഹത്തിലേക്ക് പോകും. കാര്യം ഇത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയെങ്കിൽ അടുത്ത ആഗ്രഹം അടുത്ത് കിട്ടും, അതൊരു മോഹം. പാത്ത് സെയിമാണ്. ബുദ്ധിനാശാത് പ്രണശ്യതി, അതാണ് അവസാനം. ഓക്കെ, അപ്പം ഇനി പറഞ്ഞിരിക്കുന്ന കാമം ക്രോധം സമാശ്രിത. സമാശ്രിത എന്ന് വെച്ചാൽ ആശ്രയം. ഓക്കെ, ആശ്രയ സ്വഭാവികള് എന്തിനാണ് ഈശ്വരനെല്ലാം ആശ്രയിക്കുന്നത്? അവരെന്തിനാണ് ആശ്രയിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, സമാശ്രിത. അതിനെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ യഥാർത്ഥ ആശ്രയം ഭഗവാനാകണം. അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 കാര്യങ്ങൾ കിട്ടും. ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര, ചൈഷത്രിക ഏകകാലഃ പ്രപദ്യമാന്യസ്യ യഥാശ്നതസ്യു തുഷ്ടി പുഷ്ടി ശ്രുതഭായിനോ അനുഘാസം. അനുഘാസം, ഓരോ ഉരുള നമ്മള് വായിൽ വെക്കുമ്പോഴത്തേക്കും ശ്രുതപായിന, ഓക്കെ, സോറി, അശ്നതഹസ്യു. അതായത് ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അയാൾ ഭയങ്കര വിശപ്പായിരുന്നു. അയാള് ഓരോ ഉരുള വായിലിടുമ്പോഴത്തേക്ക് അയാൾക്ക് 3 കാര്യങ്ങൾ കിട്ടുന്നു. എന്താണ്? തുഷ്ടി, അയാൾക്ക് സന്തോഷം ഉണ്ടാകും. ഇത്രയും ദേശം എനിക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല, ഇപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റുന്നു, സന്തോഷം ഉണ്ടായി. പുഷ്ടി, അയാൾക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കും. ശ്രുതപായന, അയാളുടെ വിശപ്പ് ശമിക്കും. ഇതേപോലെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ചൈഷത്രിക ഏകകാല, 3 ഏകകാല, ഒരേ സമയത്ത്. 1 2 3 എന്ന് വേണ്ട, 3 ഒരുമിച്ച്. ഭക്തി, ഭഗവാനുള്ള ഭക്തി. പരേശാനുഭവോ, ഭഗവാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. വിരക്തിരന്യത്ര, ബാക്കിയുള്ള എല്ലാമായിട്ടുള്ള നമ്മുടെ വിരക്തി. ഇത് 3 ഒരുമിച്ച് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവര് കൃഷ്ണനെ ആശ്രയിക്കുന്നില്ല, പക്ഷേ ബാക്കിയുള്ളതിനെ, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധ, സമാശ്രിത, അതിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ആശ്രയം എന്ന് പറയുന്നത് അത് വളരെ ടെമ്പററി ആയിരിക്കും. ടെമ്പററി ആയിട്ടുള്ള ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും സംതൃപ്തി തരുന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നു മാമാത്മ പരദേഹേഷു. ഇവിടെ മാം ആത്മപരദേഷു പരദേഹേഷു. ഓക്കെ, മാം എന്ന വാക്ക് ഈ അധ്യായത്തിൽ ഭഗവാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഭഗവാൻ അഹം മമ എന്നൊക്കെ, മാം എന്നുള്ളതൊക്കെ ധാരാളം എന്ന് പറഞ്ഞ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയില്. പക്ഷെ ഈ അധ്യായത്തിൽ ആദ്യമായിട്ടാണ് മാം എന്ന് പറയുന്നത്. ഇനിയുള്ള 3 ശ്ലോകങ്ങൾ, ഈ 3 ശ്ലോകങ്ങൾ ഭഗവാൻ പ്രമുഖമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മാം, എന്നെ. ഓക്കെ, ഇനി അപ്പം ഇതുവരെ ഭഗവാൻ ദൈവികവും ആശ്രികവുമായിട്ടുള്ള സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞു. ഇനി അതും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ഭാവങ്ങളും ദൈവ ആശ്രയ ഭാവങ്ങളും ഭഗവാനുമായിട്ടുള്ള ബന്ധം. കാര്യം ദൈവഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നതിലും ഭഗവാൻ ഭക്തിയെ പറ്റി പറഞ്ഞിട്ടില്ല. 26 ഗുണങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഭക്തി വരില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 26 ഗുണങ്ങളും ഭൗതികമായിട്ടുള്ള ഗുണങ്ങളാണ്. ഭക്തി എന്ന് പറയുന്ന അതീന്ദ്രിയമായിട്ടുള്ള കാര്യമാണ്, ആധ്യാത്മികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട്. നമുക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ടോ? ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിരിക്കുന്നു.
15-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം പ്രഭുവിനറിയാം. എന്താണ്? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിവിഷ്ടനാണ്. പിന്നെയോ 18-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. ഓക്കെ, എല്ലാ ഭൂതഗണങ്ങളിലും ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ അതിനുശേഷം പറയുന്നു പ്രദ്വിഷന്തോ അഭ്യസൂയകഃ. ദ്വേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് അസൂയ. അസൂയ. അഭ്യസൂയക അസൂയ. അഭി അസൂയ. അപ്പൊ അതില് അസൂയ നിമിത്തം അവരെ എന്ത് ചെയ്യുന്നു? ദൂഷിക്കുന്നു, ഭഗവാനെ ദൂഷണം പറയുന്നു. അപ്പോ ഇവിടെ ഭഗവാൻ ഇനി ഒരു പ്രധാന പോയിന്റിലേക്ക് വരുവാണ്. എന്താണ്? അവരുടെ കൃഷ്ണനോടുള്ള മനോഭാവം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് അവരുടേത്. അസൂയ എന്ന് പറയുന്നത്, അസൂയ ഈ എന്താണ് ആസുര സ്വഭാവികളുടെ ലക്ഷണമാകുന്നു. അപ്പോ അത് ഉള്ളിലുള്ളതാണ്. ഉള്ളിലുള്ള കാര്യം നമുക്ക് പുറത്തറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് വഴി? ടെസ്റ്റ് എന്താണ്? പരദൂഷണം. അസൂയയുടെ ലക്ഷണമാണ് ബാഹ്യമായിട്ടുള്ള അസൂയ, ഉള്ളിലാണ്. പുറത്തു കാണുന്നത് എങ്ങനെയാണ്? പരദൂഷണം. പ്രത്യേകിച്ചും ഭഗവാനെ ദൂഷണം. ഇവര് ഭഗവാന്റെ എതിരാളികളാണ്. അപ്പം ഭഗവാനെ ദൂഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ദൈവദൂഷണത്തിന്റെ 3 ലക്ഷണങ്ങൾ പ്രഭുപാദ് പറയുന്നുണ്ട്. ഒന്ന്, അത് യുക്തിരഹിതമാണ്. രണ്ടാമത്തത്, അത് ഇൻസെൻസിറ്റീവ് ആണ്, സംവേദനക്ഷമത ഇല്ലാത്തതാണ്. മൂന്നാമത്തത്, കഠിനമായ പരാമർശം. ഈ 3 കാര്യങ്ങളാണ് അവരുടെ ദൈവദൂഷണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പ്രഭുപാദര് പറയുന്നത്. ഇവിടെ പരദേഹേഷു എന്ന് പറയുന്നതിന്റെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താണ്? സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. എന്താണ് അതിന്റെ തുടക്കം? എന്താണ്? സർവലോക മഹേശ്വരം. അതിന്റെ തുടക്കം. താങ്ക് യു. ആ വാക്ക് എനിക്കൊരിക്കലും കിട്ടാറില്ല. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഓക്കെ, സുഹൃതം സർവഭൂതാനാം, ഞാൻ എല്ലാവരുടെയും ഫ്രണ്ടാണ് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെന്ന് പറയുന്നു. സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യസ്തിന് പ്രിയ. ഞാൻ എല്ലാവരും തുല്യനാണ്. ഞാൻ എനിക്ക് ആരുടെ അടുത്തും സ്നേഹമോ ദേഷ്യമോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുദയകാംക്ഷയാണ്. രാവണൻ രാക്ഷസനാണെങ്കിൽ പോലും രാവണന്റെ ഹൃദയത്തിലും ഭഗവാൻ പോയിരുന്നു. എന്നിട്ട് പറയും, ഞാൻ പറയുന്നത് കേൾക്കൂ, നീ നല്ലേ ചെയ്യൂ. ഏതെങ്കിലും ഒരു ജീവൻ അവസാനം പോയി മലത്തിലെ ഒരു കൃമിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പോകും ഭഗവാൻ. അവരുടെ ഹൃദയത്തിലും ഇരിക്കും. എന്നിട്ട് പറയും, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ നോക്കൂ. അവ എല്ലാവരുടെയും അഭ്യുദയകാംക്ഷയാണ് ഭഗവാൻ. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനോടാണ് ഈ ആസുര സ്വഭാവികൾ അസൂയപ്പെടുന്നത്. അവർ ഭഗവാനെ നിന്ദിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഭഗവാനെ വേറെടുത്ത് പറയുന്നുണ്ട്, വേദാഹം സമതീതാനി. എനിക്ക് എല്ലാത്തിനെ പറ്റി അറിയാം. എല്ലാത്തിനെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനകാലം മാത്രമല്ല, പണ്ട് നടന്ന കാലം മാത്രമല്ല, ഇനി വരാൻ പോകുന്നതിനെ പറ്റിയും എല്ലാം എനിക്കറിയാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ലതെന്ന് ഭഗവാൻ അറിയാമോ ഇല്ലയോ? ഇല്ലേ? അർജുനൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത പറയാൻ തുടങ്ങിയത്? ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറഞ്ഞത്. അതുകൊണ്ട് അത് അർജുനന് ശ്രേയസ്കരം എന്താണെന്ന് ഭഗവാൻ അറിയാമല്ലോ. ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഭഗവാൻ അറിഞ്ഞിട്ടല്ലേ അത് പറയുന്നത്. അപ്പം അതേപോലെ ഓരോ ജീവജാലങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. അവരുടെ ഭാവിയെ പറ്റിയും അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഭഗവാൻ ഉപദേശം കൊടുക്കുന്നു. ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ ചൈത്യ ഗുരു എന്ന് പറയും.
നമ്മൾ ദീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഗുരു ആരാണ്? ദീക്ഷാഗുരു. പക്ഷേ ഭഗവാൻ, അതും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഭഗവാൻ സ്വയം നമ്മുടെ ഉള്ളിൽ ചൈത്യഗുരുവിന്റെ രൂപത്തിൽ ഇരുന്ന് നമുക്ക് ഉപദേശം തരുന്നുണ്ട്. ഒരു കാര്യം, എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മനസ്സിലൊരു ചെറിയൊരു ഇത് വരും, ചെയ്യരുതെന്ന് ആരോ പറയുന്നുണ്ട്. അതാരാണ്? പരമാത്മ രൂപത്തിൽ ഭഗവാൻ പറയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആശുപത്രി പോകും, ഇല്ലേ? അതേപോലെ നമുക്ക് ഒരു അസുഖം വന്നു. എന്താണ് ആ അസുഖം? ഭഗവാന്റെ അടുത്ത് അസൂയ വന്നു. ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്വമോഹേന ഭാരത. ഭഗവാന്റെ അടുത്തുള്ള അസൂയ. എന്താണ് അസൂയ? ഭഗവാൻ എല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നു, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണെന്ന് പറയുന്നു, എല്ലാവരും ഭഗവാനെ സെർവ് ചെയ്യുന്നു. ആ ഭഗവാന്റെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഭഗവാന്റെ സേവകരെന്ന രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യം. പക്ഷെ ഇല്ല, ഒരു നിമിഷം തെറ്റായിട്ട് ചിന്തിച്ചു, ഭഗവാന്റെ അടുത്ത് നമുക്ക് ഈർഷ്യ വന്നു, ഭഗവാന്റെ അടുത്ത് അസൂയയും ഇച്ഛാദ്വേഷ ആഗ്രഹം, ഭഗവാനിൽ നിന്ന് മാറി നിന്ന് എനിക്ക് എൻജോയ് ചെയ്യണം. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോരാ, ഭഗവാൻ വേണ്ട, നമുക്ക് എൻജോയ് ചെയ്യണം. ഭഗവാൻ പറഞ്ഞു ശരി, ഒരു മെറ്റീരിയൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ ഫുൾ ചാർജ് നമുക്ക് തന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, ഇല്ലേ? നമ്മൾ ബ്രഹ്മാവിന്റെ സ്ഥലത്തിരുന്നാണ് തുടങ്ങിയത്, ഇപ്പം വന്ന് ഈ രീതിയിലായി. അപ്പോ ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്വമോഹേന ഭാരത. അപ്പം ഈ ആശുപത്രി പോലെയുള്ള ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറുടെ അടുത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം? ദേഷ്യത്തോടു കൂടി ആയിരിക്കുമോ? അസൂയ കാണുമോ? നമ്മൾ അല്പം സാമാന്യ മര്യാദയോടുകൂടി ആയിരിക്കും പറയുന്നത്. വിരോധം വെച്ച് പുലർത്തില്ലല്ലോ, ഇല്ല. അപ്പൊ അതേപോലെ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഭഗവാൻ, ശ്രമിക്കുന്ന ഭഗവാന്റെ അടുത്ത് നമുക്ക് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടത്തേ ഇല്ല, ഇല്ലേ? അപ്പം അത് ആലോചിക്കുക നമ്മൾ. അപ്പോ നമ്മള് ഭഗവാന്റെ അടുത്ത് വിരോധം വെച്ച് പുലർത്തരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മിൽ കരുണ ചൊരിയില്ല. ഓക്കെ, ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയും, അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ നരകത്തിലേക്ക്, ഒരിക്കലും മുകളിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള നരകങ്ങളിലേക്ക് തള്ളിവിടും. ചോദിക്കാം, നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും ഭഗവാനെ കുറ്റം പറയാനാണ്, എല്ലാം ഭഗവാന്റെ കുറ്റമാണ്. ഭഗവാൻ എന്തിനാണ് ഈ ലോകം ഇങ്ങനെ ദുഃഖമയമായിട്ടുള്ള ലോകം സൃഷ്ടിച്ചത്? സുഖമുള്ള ലോകം സൃഷ്ടിച്ചുകൂടായിരുന്നോ? കേട്ടിട്ടുണ്ടോ ഈ ചോദ്യം? ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ, ഇല്ലേ, സിമ്പിൾ ആയിട്ടുള്ള, എന്തിനാണ് ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചത്? കാരണം എന്താണ്? ഈ പറഞ്ഞതാണ് കാരണം. ഒരു അസുഖമുണ്ട്, അതിനുള്ള ചികിത്സയ്ക്കായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞിരിച്ചിരിക്കുന്നത്. കറക്ഷൻ. അത് വേറൊരു എക്സാമ്പിൾ പറയാറുണ്ട്. എന്താണത്? ഇതൊരു പ്രിസൺ ഹൗസ്, ജയിലാണ്. തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കാനായിട്ട്, ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന സ്വഭാവമല്ലാത്ത ആൾക്കാരെ കറക്റ്റ് ചെയ്യാനായിട്ടാണ് ജയിലിൽ അയക്കുന്നത്, ഇല്ലേ? അപ്പൊ അതേപോലെ എന്തിനാണ് ജയില്? എല്ലാവരും പുറത്ത് തുറന്നു വിട്ടുകൂടെ എന്ന് ചോദിക്കാം, സർക്കാരിനെ കുറ്റം പറയാം. പക്ഷേ അതേപോലെയാണ് ഇവിടെ ഭഗവാനെ കുറ്റം പറയുന്ന ആൾക്കാർ. അപ്പം അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ആഗ്രഹിച്ചുകൂടെ? ഇവര് ഒരു നിമിഷം ആലോചിച്ചാൽ മതിയല്ലോ, ഈ അസുര സ്വഭാവിയായിട്ടുള്ള ദിനകർ പ്രഭുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണമെന്ന് ഭഗവാൻ ആലോചിച്ചു കഴിഞ്ഞാൽ ദിനകർ പ്രഭു രക്ഷപ്പെടും. പോയില്ലയോ? ഇല്ലേ? പറ്റില്ലേ? ഭഗവാൻ ആലോചിച്ചാൽ രക്ഷപ്പെടുകയില്ലയോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഭഗവാൻ പറയുന്നു, എനിക്ക് അത് സമ്മതമല്ല, ഞാൻ ആഗ്രഹിക്കില്ല. കാര്യം, ഈ വ്യക്തി എന്ന് പറയുന്നത്
അത്രമാത്രം ഭഗവാനിൽ അസൂയ ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ പറയുന്നത് കേൾക്കാനേ തയ്യാറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഭഗവാൻ പറയും ശരി, ആ വഴിക്ക് പോയിക്കോട്ടെ. ഭഗവാൻ ആഗ്രഹിക്കില്ല. അതും ചോദ്യം ചോദിക്കുക, എന്താ അങ്ങനെ, എന്താണ് കാരണം, എന്താണ് കാരണം? എല്ലാവർക്കും അറിയാം അതിന്റെ ഉത്തരം. ആ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. എന്താ പ്രഭു എന്താ നീല ഷർട്ട് ഇട്ടിരിക്കുന്നത്? ആ എന്താ നീല? ചുവന്ന ഷർട്ട് ഇട്ടുകൂടായിരുന്നു? ആ അദ്ദേഹത്തിന്റെ ഇഷ്ടം, ഭഗവാന്റെ ഇഷ്ടം. കാരണം എന്താണ്? ഭഗവാൻ നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്. വ്യക്തിക്ക് ഇഷ്ടം കാണും, അനിഷ്ടം കാണും. അത് നമുക്ക് എന്താണ് കാരണം എന്ന് ചോദിക്കാൻ പറ്റില്ല. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഭഗവാൻ നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തിത്വം. ഭഗവാൻ വ്യക്തി ആയതുകൊണ്ടാണ് നമുക്ക് വ്യക്തിത്വം വന്നിരിക്കുന്നത്, തിരിച്ചല്ല. ഓക്കെ, ഭഗവാൻ വ്യക്തിയാണ്. ഭഗവാന് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ പെരുമാറണം ഭഗവാന്. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ അസൂയ. അതല്ലേ പറയുന്നത്? പ്രത്യുഷന്തോ അഭ്യസൂയകാഹ. അസൂയ എന്താണ്? അസൂയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാള് എന്തെങ്കിലും നമ്മളെക്കാളും ബെറ്റർ ആണ്, അയാൾക്കൊരു വിജയം കിട്ടി, അയാൾ ജയിച്ചെന്തെങ്കിലും ജയിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് പൈസ ഉണ്ട്, നമ്മളെക്കാളും ബെറ്റർ ആണ്. അപ്പോ അയാളുടെ അടുത്ത് തോന്നുന്ന വികാരമാണ് അസൂയ. അയാൾ എങ്ങനെയെങ്കിലും പിടിച്ച് താഴെ ഇടണം, അയാളെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, ഞാനാണ് മിടുക്കൻ എന്ന് വരുത്തി തീർക്കണം. അങ്ങനെയുള്ള ഒരു വികാരമാണ് അസൂയ നെഗറ്റീവായിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരാളാണ്. പക്ഷേ അതിന്റെ ഫലം ആരിലാണ് വരുന്നത്? ഞാൻ വലിച്ച് താഴെ ഇടാൻ നോക്കി, അയാൾ താഴെ വീണു, കൊണ്ടോ ഇല്ലയോ? തീർച്ചയായും എഫക്റ്റ് അയാളിലുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു മറ്റേ ടാർഗറ്റ് നമ്മൾ തന്നെ. അസൂയയുടെ ടാർഗറ്റ് നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ആ വ്യക്തിക്കും അഫക്റ്റ് ചെയ്യാം, പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. സർക്കസിൽ തോക്ക് കണ്ടിട്ടുണ്ടോ? വെടിവെക്കുമ്പോഴത്തേക്കും മുമ്പോട്ട് വെടിവെക്കും, ചിലപ്പോൾ വെടിവെക്കുമ്പോൾ പുറകോട്ട് വെടിവെക്കും. ഈ തോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് പൊട്ടും. അസൂയ എന്ന് പറയുന്നത് പ്രത്യേക തരം തോക്കാണ്. മുമ്പോട്ടും പുറകോട്ടും ഒരേ സമയത്ത് വെടി. ഓക്കെ, അപ്പോ നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ദുഃഖമല്ല, ബാക്കിയുള്ളവർ നന്നായി എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. അതിൽ നിന്നാണ് നമ്മൾ ദുഃഖിക്കുന്നത്. കണ്ടോ, ആ പ്രഭു പുതിയ കാറ് വാങ്ങിച്ചു, എനിക്കെന്താണ് നഷ്ടം? ഇന്ന് വൈകിട്ട് പോകുമ്പോഴത്തേ ആ കാർ എവിടെയെങ്കിലും ഇടിക്കണേ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിനെ പറ്റി ഡ്രൈവ് ചെയ്ത് ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ എവിടെയെങ്കിലും പോയി ഇടിക്കും. കാര്യം എന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഡ്രൈവിംഗിലായിരുന്നില്ല, ആ പ്രഭുവിന്റെ കാർ എങ്ങനെയെങ്കിലും ഇടിക്കുമോ എന്ന് ആലോചിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് വ്യക്തികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ പറ്റി ആരാണ് അസൂയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്, ഇല്ലേ? ദിനാഥ് പ്രഭു, നളിനി രുക്മിണി മാതാജി, അവരൊക്കെ അസൂയക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ ബാക്കിയുള്ള ആൾക്കാരെ പറ്റി പറയും. ഓക്കെ, ഉദാഹരണം ദുര്യോധനൻ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ ക്ഷമിക്കുക അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എനിക്ക് അദ്ദേഹത്തിന്റെ യോഗ്യത ഒന്നും ഇല്ല. ഓക്കെ, എന്നാലും പറയാണ്, ദുര്യോധനൻ ഭയങ്കര അസൂയക്കാരനായിരുന്നു. കാര്യം യുധിഷ്ഠിരന് എൻ്റെ ആ രാജകീയ സ്ഥാനം ഉണ്ടായിരുന്നു, ഭീമന് ശാരീരിക കരുത്തുണ്ടായിരുന്നു, അർജുനന് അമ്പെയ്ത്തില് മിടുക്കുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം അസൂയക്ക് കാരണമായി. എങ്ങനെയെങ്കിലും പാണ്ഡവരെ അപമാനിക്കുക, എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കുക എന്ന് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദുര്യോധനൻ. തുടക്കം അറിയാലോ, കുട്ടിക്കാലത്ത് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു, അവിടെ നിന്നാണ്. ഓക്കെ, അപ്പം അസൂയയുടെ ദ്രോഹം എന്ന് പറയുന്നത് തിരിച്ച് ദുര്യോധനിലേക്കും
വന്നിരുന്നു. അതിന്റെ ഈ പാണ്ഡവരുടെ രാജ്യം കള്ളച്ചൂതിൽ തട്ടിയെടുത്തു, സ്വന്തമാക്കി. പക്ഷേ ദുര്യോധനൻ തൃപ്തനായില്ല. പാണ്ഡവർ പാവം അവര് കാട്ടില് താമസിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം രാജകീയ സുഖങ്ങളോടെ ജീവിക്കുകയാണ്. അതിൽ അദ്ദേഹം സംതൃപ്തനായില്ല. അദ്ദേഹത്തിന് വേണ്ട എന്താണ്? അവര് ദാരിദ്ര്യത്തിൽ കിടക്കുന്നു, ഞാനിവിടെ രാജകീയ സുഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് എനിക്ക് അവരെ കാണിച്ചു കൊടുക്കണം. അതിൽ അവർ വിഷമിക്കുന്നത് കണ്ട് എനിക്ക് ആനന്ദിക്കണം. നോക്കൂ, അസൂയയുടെ തലം നോക്കൂ. വെറുതെ അസൂയപ്പെട്ടിട്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ എന്നാൽ അതിൽ നിന്നും കൂടുതലായിട്ട് എന്ത് ചെയ്തു? സൈന്യമായിട്ട് പോയി ഇവര് താമസിക്കുന്നതിന്റെ ആ കരയുടെ മറ്റേ കരയിൽ പോയി. പക്ഷെ അവിടെ വെച്ചിട്ട് ഗന്ധർവന്മാര് ദുര്യോധനെ പിടിച്ചു കെട്ടിയിട്ടു. ദുര്യോധനൻ പറഞ്ഞു, കണ്ടോ പാവം ആ ദുര്യോധനൻ അവിടെ കെട്ടിയിരിക്കുകയാണ്. അർജുനൻ പറഞ്ഞു, നന്നായി. അങ്ങനെ അപ്പം ദുര്യോധനൻ സോറി യുധിഷ്ഠിരൻ പറയും, അങ്ങനെ പറയരുത്. അവനെന്തായാലും നമ്മുടെ വീട്ടുകാരനാണ്, നമ്മുടെ വീട്ടിലുള്ള ആളാണ്. അവനെ നമ്മൾ രക്ഷിക്കേണ്ടത് നമ്മളെ ചുമതലയാണ്. മാത്രമല്ല, അങ്ങനെയാണ് നമ്മളെ മോശമാക്കാൻ വന്ന ഒരാളെ രക്ഷിക്കുക എന്നൊരു വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അപമാനമാണ്. ഇപ്പൊ അപമാനമായി, ഗന്ധർവന്മാർ പിടിച്ചു കിട്ടി എന്നുള്ള അപമാനമായി. പക്ഷേ അതിൽ നിന്ന് മോചനം കൊടുക്കുന്നത് നമ്മളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി അപമാനമാണ്. അവസാനം അർജുനൻ ചെന്ന് ദുര്യോധനെ വിടുവിപ്പിക്കാറുണ്ട്. ഓക്കെ, ഈ ദുര്യോധനെ സമാധാനമായിട്ട് കൊട്ടാരത്തിൽ ഇരിക്കാമായിരുന്നു, രാജകീയ സുഖങ്ങളെല്ലാം തന്നെ അനുഭവിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ ശാന്തിയില്ല. എന്താണ്? പാണ്ഡവന്മാരെ ഞങ്ങള് ആട്ടി പുറത്താക്കി, പക്ഷേ ഞങ്ങളിപ്പോ എൻജോയ് ചെയ്യുന്ന എന്താണെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുത്താലേ നമുക്ക് ഒരു തൃപ്തി വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ആരുടെ അപമാനം കാണാൻ ആഗ്രഹിച്ചുവോ അവർ ദുര്യോധനന്റെ അപമാനം കാണേണ്ടി വന്നു. അങ്ങനെ അസൂയ നമുക്ക് ദുര്യോധനെ ശാന്തമായിട്ട് ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. അപ്പം അവസാനം സ്വന്തം നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അസൂയ പഠിപ്പിച്ചു. അവസാനം എന്താണ് സമാപ്തി? എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധം. അവിടെ ആ ധൃതരാഷ്ട്രരുടെ വംശം മുഴുവനും അവിടെ അവസാനിച്ചു, നശിച്ചു. അപ്പം ഇത് ഒരു ദുര്യോധനന്റെ ജീവിതത്തിലെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓരോ ഘട്ടത്തിലും ദുര്യോധനൻ ചെയ്തത് എന്ത് കാരണമായിരുന്നു? പാണ്ഡവരോടുള്ള അസൂയ കാരണമായിരുന്നു. അപ്പോ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മള് ആരെടുത്തെങ്കിലും അസൂയ വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ ആരെയാണ് ബാധിക്കുന്നത്? നമ്മെ തന്നെ ബാധിക്കുന്നു. നമ്മളെ തന്നെയാണ് അസൂയ പീഡിപ്പിക്കുന്നത്. അപ്പം അസൂയയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അതിനോട് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം. അതിനായിട്ട് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. ഇതില് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോടെങ്കിലും ഉള്ള അസൂയ അതെന്താണ്? അതിന്റെ സോഴ്സ് എന്താണ്? ഭഗവാന്റെ അടുത്തുള്ള അസൂയാണ്. കാര്യം അവരുടെ ഒരു ഉയർച്ച കാണുമ്പോഴാണ് അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇല്ലേ? ഒരു അല്പം എങ്കിലും ഐശ്വര്യം കാണുമ്പോഴത്തേക്കും അതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ വൈഭവമാകുന്നു. 10ാം അധ്യായത്തിൽ 41ാം ശ്ലോകത്തിൽ ഭഗവാന്റെ വിഭൂതി വിസ്താര യോഗം മുഴുവനും പറഞ്ഞ ശേഷം ഭഗവാൻ കൺക്ലൂഡ് ചെയ്യുന്ന വേഴ്സ് ഉണ്ട്. എന്താണ് ആ വേഴ്സ്? യദ്യത് വിഭൂതി മത്സത്വം ശ്രീമത് ഊർജിതമേവ വാ തത്തത് ഏവാഗവ ഗച്ഛത്വം മമ തേജോംശ സംഭവം. എവിടെയൊക്കെ ഊർജ്ജസ്വലമായിട്ട് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുവോ, ഐശ്വര്യകരമായിട്ട് എന്തെങ്കിലും കാണുന്നുവോ, അത് എൻ്റെ ഐശ്വര്യത്തിന്റെ ഒരു ചെറിയ കണികയാണ്. അപ്പം എൻ്റെ കൂട്ടുകാരന് പ്രൊമോഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. മനസ്സിലാക്കുക, അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ആ തേജസ്
അയാളിലുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം. അല്ലാതെ അയാളെക്കുറിച്ച് ഓക്കെ. അപ്പം ഇനിയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ അസൂയയിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? പണ്ടൊരു കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന്. ഇല്ലേ? കഷണ്ടിക്ക് ഇപ്പം മരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇത് നോക്കൂ, അവർ പറയും VLCC ഒക്കെ കണ്ടിട്ടില്ലേ? അവർ പറയുന്നു ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് കഷണ്ടിയൊക്കെ നീറ്റായിട്ട് നല്ല തിക്ക് മുടിയായിട്ട് വരും. അപ്പൊ അസൂയ ബാക്കി ഉണ്ടായിരുന്നു? അല്ല, അസൂയക്ക് പണ്ടേ മരുന്നുണ്ടായിരുന്നു. വളരെ സരളമായിട്ടുള്ള മരുന്നാണ്. നമ്മൾ അല്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. എന്താണത്? സുഹൃത്തിന്റെ കാര്യം പറഞ്ഞു, അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. അയാളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പോയി അപ്രീഷിയേറ്റ് ചെയ്യുക. താങ്കള് വളരെ നന്നായിട്ട് പണിയെടുത്തു, അതുകൊണ്ട് മാനേജ്മെന്റ് സന്തുഷ്ടരായി, താങ്കൾക്ക് ഇത് കിട്ടിയിരിക്കുന്നു, പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ അസൂയ വരില്ല. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. വെറുതെ പറയല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ആത്മാർത്ഥമായിട്ട് പറയണം. ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അസൂയക്ക്. അപ്പോ ബാക്കിയുള്ളവരുടെ ഐശ്വര്യത്തെ നമ്മൾ ഭക്തിപൂർവം കാണാൻ പഠിക്കണം. നമ്മുടെ അവസ്ഥ താഴ്ന്നതാണ്, മറ്റുള്ളവരുടെ അവസ്ഥ മുകളിലാണ്. ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പകരം ഈ കാണുന്ന ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ ഭഗവാന്റെ ഒരു ഐശ്വര്യത്തിന്റെ ഒരു ചെറിയ തരിയാണ്. അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോവാണ് അല്ലെ? ഒരു യു ടേൺ ആണത്. ഒരു യു ടേൺ. അങ്ങനെയുള്ള ഒരു തിരിച്ചു വരവിലൂടെ അഥവാ നമ്മളെ റീഡയറക്റ്റ് ചെയ്യാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേർതിരിച്ച് വേറെ വഴിയിൽ കൊണ്ടുപോവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് കൂടുതൽ തീവ്രമാകും. ഭഗവാന്റെ അടുത്തുള്ള നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് തീവ്രമാകും. അസൂയ കുറഞ്ഞ് അപ്രത്യക്ഷം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇവിടെ നിർത്തുവാണ്. ഇതില് നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് പറഞ്ഞു. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ച സംസ്കൃതാഹ. അവര് അഹങ്കാരത്തെയും ബലത്തെയും ഗർവത്തെയും ആഗ്രഹങ്ങളെയും ദേഷ്യത്തെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാര് തൻ്റെയും ബാക്കിയുള്ളവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ അടുത്ത് അസൂയയാൽ ദ്വേഷിക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര് വീണ്ടും വീണ്ടും അസുര യോനികളിൽ ജനിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചട്ടെ, എവിടെ വെച്ചിട്ടാണ്, എന്നു മുതലാണ് നമ്മൾ ഈ അസുര സ്വഭാവം നേടിയത്? എപ്പോഴാണ് ഒരാളിൽ അസുര സ്വഭാവം വരാൻ തുടങ്ങിയത്? ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ വരുന്നത്, കാമം ആഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ക്രോധം വരുന്നു. ആസുര സ്വഭാവങ്ങൾ എന്നു മുതലാണ് ഒരു ജീവനിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഭഗവാനിൽ നിന്നും വേറിടുമ്പോഴത്തേക്കും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയില്ലേ പ്രഭു ജന്മം എടുത്തില്ലേ? നമ്മുടെ ഈ ജന്മത്തിൽ എന്നു മുതലാണ്? സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണോ? ജോലി കിട്ടിയ ശേഷമാണോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടുന്നതാണിത്. ഓക്കെ, അന്ന് മുതലുള്ളതാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ പതുക്കെ ഈ ആസുര സ്വഭാവങ്ങളെ മാറ്റുക, എന്നിട്ട് ദൈവിക സ്വഭാവങ്ങളെ പതുക്കെ. ഒരു കാര്യം കൂടി, ഇവിടെ ഭക്തി എന്ന് പറഞ്ഞില്ലേ, ഭക്തി ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകം 26 സ്വഭാവങ്ങളെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. ഈ ഗുണം,
ഓക്കെ, 6 മാസം കൂടും കഴിയുമ്പോഴത്തേക്കും ഞാനത് അച്ചീവ് ചെയ്യും. രണ്ടാമത്തെ ഗുണം, ഞാൻ 2 കൊല്ലം കഴിയുമ്പോൾ അച്ചീവ് ചെയ്യും. ഒന്നും ആവശ്യമില്ല, ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു പ്ലാനേ വേണ്ട. ഭക്തി ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി ദൈവിക ഗുണങ്ങൾ ഉണ്ടാവും. പ്രമാണം എന്താണ്? അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ്? വിഷ്ണു ഭക്തോ ഭവേ ദൈവ. ഭഗവാന്റെ ഭക്തന്മാരായി കഴിഞ്ഞാൽ ദൈവിക സ്വഭാവങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഓക്കെ, അതിനായിട്ട് പ്രത്യേകം ശ്രമിക്കേണ്ടതില്ല, ഭഗവാന്റെ ഭക്തി ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ഇതില് ആശ്രയ യോനികളിൽ ജന്മം കിട്ടും. പിന്നീട് അവരൊരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോവില്ല. വീണ്ടും വീണ്ടും നീചങ്ങളായിട്ടുള്ള യോനികളിൽ ജന്മം എടുക്കേണ്ടി വരുന്നു. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ബുദ്ധിയുള്ള മനുഷ്യരെ ഈ അധ്യായം ശരിക്കും മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പ്രാവർത്തികമാക്കുക ലൈഫിൽ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞല്ലോ മാതാജി. നോക്കൂ, 17ാമത്തെ ശ്ലോകം നോക്കൂ. കഴിഞ്ഞ ശ്ലോകം, ആത്മസംഭാവിതാഹ സ്തബ്ധാഹ ധനമാന മദാന്വിതാഹ യജന്തേ നാമ യജ്ഞൈസ്തേ ദംഭേന വിധിപൂർവകം. ഓക്കെ, നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ ദൈവിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. യജ്ഞം അനുഷ്ഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ മതം ദാനം ഒരു യജ്ഞമായിട്ട് കണക്കാക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്നു എന്ന ചിന്തയോടുകൂടി എനിക്ക് എത്ര വേണമെങ്കിലും ദാനം ചെയ്യാം. ഞാൻ പോയി ഒരു ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്കൂളിന് കൊണ്ടൊക്കെ കൊടുത്തു. ഉദ്ദേശം എന്താണ്? എൻ്റെ പേര്. ഓക്കെ, അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നതാണ്. ഭഗവാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, അപ്പം അതെല്ലാം തന്നെ ആസുര സ്വഭാവത്തിൻ്റെയാണ്. അത് ഭഗവാൻ മുമ്പുള്ള ശ്ലോകങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.